നമസ്കാരം. ഈ അടുത്ത കാലത്ത് വാഹന അപകടങ്ങൾ ഒരുപാട് കൂടി. വാഹനങ്ങളുടെ അപകടങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വാഹനം പറഞ്ഞിട്ടുണ്ട്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ കഴുതപ്പുറത്ത് തന്നെ യാത്ര ചെയ്യും. പണ്ട് കാലത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ കുതിരപ്പുറത്ത് തന്നെ യാത്ര ചെയ്യും. കാലങ്ങളൊക്കെ മാറി, കാലഘട്ടമൊക്കെ മാറി, വാഹനങ്ങളായി. അപ്പോൾ എൻ്റെയൊക്കെ കാലത്ത് പെട്രോളിന് 4 രൂപ മുതലാണ് എനിക്ക് ഓർമ്മയുള്ളത്. 5 പൈസയും 2 പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൈസ 62ആയി. അപ്പം ഈ മാറ്റങ്ങളുണ്ട്, കാലത്തിൻ്റെ മാറ്റങ്ങൾ. വാഹനങ്ങളൊക്കെ മാറി, ഇഷ്ടംപോലെ വാഹനങ്ങളായി. നമ്മളൊരു കാലം കൊണ്ട് ക്ലച്ച് മാറാതെ വണ്ടി ഓടിക്കേണ്ട അവസ്ഥയായി. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മുമ്പിൽ വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തെ ഇൻഡിക്കേഷൻ തരുന്ന വാഹനമുണ്ട്. അഡ്വാൻസ്ഡായി ലോകം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിലും ചില പഴമകളിന് ഭയങ്കര ബലമുണ്ട്. പണ്ട് കാലത്ത് പ്രസവിക്കുമ്പോൾ 11 കുട്ടികളെയൊക്കെ പ്രസവിക്കും. 10-11 കുട്ടികളെ. ഇത് കുളിപ്പിച്ചെടുക്കാൻ ഒരു അമ്മയുണ്ടാവും. ആ കുളിപ്പിക്കുമ്പോൾ തന്നെ ഈ കുളിപ്പിക്കുന്ന കുട്ടി ഈ പതിച്ചി എന്നാ പറയും ഈ കുട്ടി ഇങ്ങനെയാണെന്ന് പറയും. അതിൻ്റെ വിരൽ കണ്ടാലും അതിൻ്റെ മൂക്ക് കണ്ടാലും അവരാണ് ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് എണ്ണയൊക്കെ പുരട്ടി മൂക്കും ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. പണ്ടത്തെ കാലത്താണ്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ നേരെ ആശുപത്രിയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ പാളയിൽ കിടത്തി കുളിപ്പിക്കുന്നതൊക്കെ. അതിനൊരു പവിത്രതയുണ്ടായിരുന്നു. ഞാനീ പറഞ്ഞു വന്നത്, പഴയ മാമൂലകളൊക്കെ പോയിട്ട് കാലം പുരോഗമിച്ചപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാത്തിനും മനസ്സിന് മനസ്സ്, ശരീരം, കർമ്മം അതിൻ്റെ ഉൾപ്പെടത്തുള്ളതാണ് ഗൃഹം, പാർപ്പിടവും വാഹനവും. വാഹനം മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്തൊരു വലിയ ജീവിതത്തിൽ ഒരാളായിപ്പോയി, ഒരു ഘടകമായിട്ട് മാറി. ഒരു വാഹനം, കാറ്. പെട്ടെന്ന് ഇപ്പോൾ ലോണൊക്കെ കിട്ടും. ഇരുചക്ര വാഹനങ്ങളൊക്കെ കുറവാണ്. നേരെ കാറിലേക്ക് പോവുകയാണ്. ഒരു വണ്ടിക്ക് തന്നെ, ബൈക്കിന് തന്നെ 1.5 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷമൊക്കെ വിലയുള്ള വാഹനങ്ങളായി, 2 ടൂ വീലറിന് തന്നെ. അപ്പം കാലത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ പുരോഗതി അനുസരിച്ച് മാറിയെങ്കിലും ചില സത്യങ്ങൾ ഞാൻ പറയുവാണ്. ചില വാഹനങ്ങളുടെ നമ്പർ, ഞാൻ കണ്ട് കാർ ഓടിക്കും. ഞാൻ വളരെ സാവധാനമേ പോവുള്ളൂ. മുമ്പിൽ പോണ ചില വണ്ടികൾ ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്തൊക്കെ നമ്പരൊക്കെ ഇട്ട് പോകണം. ഇത് അപകട സാധ്യതയുള്ളതെന്ന് പറഞ്ഞ് മുമ്പിൽ തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തോന്നലാണ്. മൂകാംബികയിൽ പോയിട്ട് വരുമ്പം എൻ്റെ ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിത് മൂകാംബികയിൽ കൊണ്ടുപോകരുത്, ഇത് അത്തരത്തിലുള്ള നോവലാണെന്ന്. പോയി ആക്സിഡൻ്റായി. ഒരുപാട് അപകടങ്ങൾ. ശബരിമലയിൽ ഓട്ടത്തോടു കൂടി പോകുമ്പം ശബരിമല അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ആ വണ്ടിയുടെ ദോഷമാണ്. ഗൃഹത്തിൽ ക്ഷേത്ര ദർശനത്തിന് പരിസരത്തോട്ട് പോകാനുള്ള യോഗമില്ലാത്ത വാഹനങ്ങളുണ്ട്. കണ്ടറിയാം. നമ്മൾ ഒരു പുതിയ വണ്ടി ഇറക്കുമ്പോൾ നാരങ്ങയൊക്കെ വെച്ച് സമയമൊക്കെ നോക്കി ഇറക്കുക. അതല്ല, ഈ എൻജിനുണ്ടല്ലോ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് ഓർമ്മ. ഈ എൻജിൻ ഫിറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട് വാഹനത്തിൽ. ആ സാധനം വന്ന് ഇങ്ങനെ എടുത്തു വെച്ച് ഈ വണ്ടി ഫിറ്റ് ചെയ്ത് ഇത് ക്ലച്ച് ചെയ്യുന്ന സമയത്തെ മുഹൂർത്തമാണ് ഒരു വണ്ടിയുടെ ജീവിതം. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച് പ്രാണൻ കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞ പോലെ, പ്രാണാംശം കൊടുക്കുന്ന സമയം പോലെ ഇണചേർന്ന് കഴിഞ്ഞാൽ XY ക്രോമസോൺ എന്ന് ശാസ്ത്രം പറയുന്ന നാഗങ്ങൾ സംയോജിച്ച് സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമയത്തിൽ പ്രാണൻ തുടിക്കുന്ന സമയമാണ് ഏറ്റവും പ്രധാനം. ഒരാൾ എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്, അപ്പുറത്തെ ഗ്രഹനില, അപ്പുറത്തെ അന്തരീക്ഷം, മാതാവിൻ്റെയും പിതാവിൻ്റെയും മാനസികാവസ്ഥ. ഉച്ചയ്ക്ക് അടിയും പിടിയും കൂടിയിട്ട് രാത്രി ഇണചേർന്നുണ്ടാകുന്ന കുട്ടിയാണെങ്കിൽ പ്രശ്നം തന്നെയാണ്. അതൊരു വേറൊരു വിഷയമാണ്, ഞാൻ പിന്നീട് സംസാരിക്കാം. ഞാൻ പല കുട്ടികളെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉണ്ടാകുന്ന കാര്യം, ഒരു കുട്ടി ഭ്രാന്താശുപത്രി കിടക്കണം, മയക്കുമരുന്നിന് അടിമയായി ഭ്രാന്താശുപത്രി കിടക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിവാഹമോചനം നേടിയിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കാരണങ്ങളുണ്ട്. പിതാവിനെ സ്നേഹിക്കാത്ത മക്കൾക്കുണ്ടാകുന്ന ദുരന്തം അതിഭീകരമാണ്. പിതാവില്ലേ വലുത്? മാതാവുണ്ട്. മാതാവ് കാണിച്ചു കൊടുക്കുന്ന ആളാണ് പിതാവ്. പിതാവിനെ അംഗീകരിക്കാത്ത കുട്ടികൾ, മാതാവിനെ ദ്രോഹിക്കുന്ന മക്കൾക്കൊക്കെ ദുരന്തം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ വീണ്ടും കാറിലേക്ക് വരാം. വാഹനം, ഉത്തമമായ ഒരു വാഹനം. മക്കൾ ബൈക്ക് വേണം, എടുത്തു കൊടുക്കും. വാഹന യോഗമില്ല, എടുത്തുകൊണ്ട് പോകും, അപകടമാവും. എത്ര പേര്, എത്ര ഉദാഹരണങ്ങൾ വേണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വാഹനത്തോട് ഭയങ്കര ക്രെഡിറ്റാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ നമ്പർ കണ്ടപ്പോഴേ മനസ്സിലായി. അന്നത്തെ കാലമാണ്, യമഹ ആദ്യം ഇറങ്ങിയ കാലമാണ്. യമഹ അന്ന് 14,000 രൂപയുള്ളൂ യമഹയ്ക്ക്. ഇന്ന് ലക്ഷക്കണക്കിനായി. പൊന്മുടി പോകണം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളി പോയി. പിന്നെ കൊണ്ടുവന്നത് വളവിൽ തിരിഞ്ഞ് വീണ് മജ്ജ മാറിപ്പോയി, ഡിസ്ക് മാറി, എത്രയോ കാലം കിടന്ന് മരിച്ചു. അതുകൊണ്ട് ഞാൻ പറയാം, നമ്പറുകൾ ഇരട്ട നമ്പരോ ഒറ്റ നമ്പരോ എന്നുള്ളതല്ല, ഇതിനൊരു വിധിയുണ്ട്. അത് 100%. അതേസമയം ഈ വാഹനത്തിൻ്റെ സൃഷ്ടി നടന്ന സമയവും ഈ വാഹനത്തിൻ്റെ നമ്പരുമായിട്ട് നമുക്ക് ഉത്തമത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ വാഹനം നമ്മളെ കാത്തുരക്ഷിക്കും. വാഹനം മഹാലക്ഷ്മിയാണ്. അതിൻ്റെ നമ്പറും അങ്ങനെ തന്നെ.
നമ്മളെ ജീവൻ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് വാഹനം. അതുകൊണ്ട് വാഹനത്തെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇത്തരം വീഡിയോകൾ. വാഹനത്തെ ദൈവതുല്യമായി ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. വളരെ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ. ഒരുപാട് ഓരോ ദിവസവും ആയിരക്കണക്കിന് വണ്ടികൾ ഇറങ്ങുന്ന കേരളത്തിലാണ്, ലോകത്ത് മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് വാഹനം തുടയ്ക്കുക, വാഹനം വൃത്തിയാക്കുക, വാഹനത്തിൽ വെച്ച് മദ്യപിക്കാതിരിക്കുക, ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്തരം കഞ്ചാവ് കടത്തിക്കൊണ്ടുപോകുന്ന വാഹനമൊന്നും ജീവിതത്തിൽ തീർന്നു. വാഹനവും തീർന്നു, ജീവിതവും തീർന്നു. അതെല്ലാം ഒരു ഉത്തമമായ വാഹന യാത്രയ്ക്ക് യോജിച്ചതല്ല. വാഹനം തന്നെ നമ്മളെ വെറുക്കും, അല്ലേ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വാഹനത്തിനെ നമുക്ക് ദൈവം തരുന്ന യാത്ര ചെയ്യാൻ നമ്മളെ സംരക്ഷിക്കുന്ന കവചമായിട്ടുള്ള ഈ വാഹനത്തെ പൂർണ്ണമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചാൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.